ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് തീരുമാനിക്കും. അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെന്റ് തയ്യാറാണ്. എന്നാൽ നോക്കൂ സുഹൃത്തുക്കളെ, ഈ മത തീവ്രവാദികൾക്ക് ഇതൊരു താലിബാനാക്കാനായിരിക്കും ആഗ്രഹം. അവർ സ്വപ്നം കാണുന്നത് താലിബാൻ പോലത്തെ ഒരു രാജ്യമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത, സ്ത്രീകൾ പുരുഷന്മാർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന, പർദ്ദയിട്ട് സൂംബ ചെയ്യാത്ത, ഡാൻസ് കളിക്കാത്ത, പാട്ട് പാടാത്ത, പിള്ളേരെ മാത്രം പ്രസവിക്കാനുണ്ടാവുന്ന ഒരു തരം ജീവികൾ. ഇതാണ് അവരുടെയൊക്കെ മനസ്സിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എടുത്ത നിലപാടിൽ ഈ ശിവൻകുട്ടി നമ്മുടെ മന്ത്രി പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ പാർട്ടിപരമായിട്ടുള്ള അവരുടെ നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളും കാണും. പക്ഷേ ഈ ഒരു കാര്യം കുറച്ച് ബുദ്ധിയും കോമൺ സെൻസും ഉള്ള ആൾക്കാർക്ക് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമുള്ളത് തോന്നും. കാരണം ഒരു ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റിന്റെ കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ്. അപ്പോൾ അവർ പറഞ്ഞത് കേൾക്കാൻ ബാധ്യസ്ഥയായി ഉണ്ടാവണം. ഇതൊരു നല്ല കാര്യമാണ് ഈ പറഞ്ഞത്, ഒരു മോശം കാര്യമല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം, മത അടിസ്ഥാനത്തിലല്ലാതെ ഇതിൽ ഇങ്ങനെ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം അല്ല ഇത്. അപ്പം മതത്തിന്റെ പേരിൽ മാത്രമായിട്ട് ഇതിനെ എതിർക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ബിഹേവിയറാണ്, വിവരമില്ലായ്മയാണ്, മതത്തിന്റെ സോഫ്റ്റ്വെയർ തലയിൽ കയറിയ മൊണ്ണകളുടെ പിടിവാശിയാണ്. PT പീരീഡൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് മാത്സ് എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കായികക്ഷമത അന്നേ നമുക്ക് കുറവാണ്. നമുക്ക് അതിനുള്ള ജനറ്റിക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളും. നമുക്ക് പ്രാക്ടീസ് ഇല്ല, നമുക്ക് അതിനുള്ള സാധ്യതകളില്ല, നമ്മൾ അതിനെ പുഷ് ചെയ്യുന്നില്ല. ഇപ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നത്. അന്ന് ഉണ്ടായിരുന്നില്ലെന്നല്ല, അന്ന് നല്ല കളിക്കാരും നല്ല പ്ലേയേഴ്സും നല്ല കോച്ചുമാരും ഒക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ പരിശീലിപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ പഠിക്കുകയുള്ളൂ. നമുക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടത്, നമുക്ക് എല്ലാ അറിവും കിട്ടേണ്ടത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. സ്കൂളിൽ നിന്നല്ല നമുക്കെല്ലാം കിട്ടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം കൊച്ചു പിള്ളേർ ചെലവഴിക്കുന്നത്. അവിടെ നിന്നേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു സൂംബ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നത്, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടുവരുന്നതിന് തെറ്റൊന്നുമില്ല, നല്ലൊരു കാര്യമാണ്. അതിനെ മതത്തിന്റെ പേരും പറഞ്ഞ് എതിർക്കുക ഇവിടെ എന്താണ് ചാടുമ്പോ കുലുങ്ങൂന്ന് വെച്ചിട്ടാ. അപ്പൊ ഞാൻ ഒന്നും പറയണില്ല. എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. ഇതിനോട് ഞാൻ യോജിക്കും.